എടാ വിജു, എടാ വിജു, നീ വീട്ടിൽ പോടാ. നിന്റെ വീടാ എടേ, എവിടെയാണ് നീ? അമ്മയുടെ അപ്പായി പാവ മേടിച്ചോ? പോയിക്കോളാം എന്നെ മുന്നിൽ നിന്ന്. ഇവിടെ അടിച്ചു വെച്ചിരിക്കുമല്ലേ, നിന്റെ വള്ളയോട് പോയി ചോദിക്കടി. അവളുടെ കയ്യിലേ പൂത്ത കാശ, എന്റെ എവിടെ ഇനി അവളുടെ നാക്ക് പോവുകയല്ല. ഇവിടെ ബാക്കിയുള്ളവന് രണ്ടോ അടിക്കാൻ ഒരു ഗതിയുമില്ല. അപ്പഴാണ് നിന്റെ ഒരു പാവ പോയി കിടന്ന് പറയടി. ഇങ്ങനെ ഞാൻ പലിശ കയറി ഞാൻ ഒട്ടിക്കും ഞാൻ. മാളു, നീ പോയി പഠിക്കാൻ നോക്കടി. അങ്ങേർക്ക് മുതുവട്ട് ഇളകിയിരിക്കോ? അയ്യ, നിന്റെ നാക്ക് പൊങ്ങയിലോടി, നിന്റെ തന്തക്കാടി മുതുവട്ട്. പഞ്ചാവും കള്ളും ഒഴിച്ചിട്ട് വന്നപ്പോ ബോധം ഇല്ലാത്ത കാലേ. അതേടി, ഞാൻ കള്ളൂടി, കഞ്ചാവ് വലി, വേളെ പെണ്ണും പിടിക്കും. ഇതൊന്നുമേ നിന്റെ തന്തയുടെ സ്വത്ത് കൊണ്ടൊന്നും അല്ലല്ലോ. പാറ്റത്തിലേ ഇട്ടേച്ച് ഓടി. ആ പോകാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത്. എന്റെ മറ്റവന്റെ അടുത്തേക്കല്ലേ ചെല്ലടി ചെല്ലേ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇവരുടെ ഭ്രാന്തും കെട്ടോണ്ടിരിക്കുന്നു. കേറിപ്പോടി അകത്ത്. പോകുമ്പോഴേ ആ സാരഥം കൂടെ കൂടുതൽ കൂട്ടിക്കോണം നിന്റെ മറ്റവന്റെ അടുത്തേക്ക്. അല്ലല്ലോ അല്ലേ, നീ ഒന്ന് തൊലഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. നീ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ നിന്റെ തന്ത ഇങ്ങോട്ട് കൊല കണക്കിട്ട് നോക്കുന്നില്ലല്ലോ. നീ നിന്റെ മറ്റവന്റെ ബലത്തിലാ കളിക്കുന്നെങ്കിലേ അത് നിന്റെ കയ്യെ വെച്ചാണ്. അവനെ ഞാൻ കാണുന്നുണ്ട്, അവനെ ഞാൻ എടുത്തോളാം. ആ മോള് വന്നോ? പോയി ഡ്രസ്സൊക്കെ മാറ്, പാത്രം വെച്ചിട്ട് കഴിക്കാൻ തരാട്ടാ. അതെങ്ങനെയാ? 4 കാലയിലല്ലേ വന്ന് കേറുന്നത്? വീട്ടിലെ കാര്യം നോക്കണമെന്ന് ഒരു ചിന്തയില്ലല്ലോ. 24 മണിക്കൂറും കുടിയും കഞ്ചാവും. വീട്ടിൽ ഭാര്യയും കൊച്ചുമുണ്ട്. അവരുടെ കാര്യം എന്തായി? ആഹാ, അതൊന്നും ശ്രദ്ധിക്കാനുള്ള ബോധം ഇല്ലല്ലോ. ആ കൊച്ചു കുറെ നാളായിട്ട് പറയുക ഒരു പാവയെ മേടിച്ചു കൊടുക്കാൻ, അതിനും കഴിവില്ല. എന്നിട്ടാ നിങ്ങളുടെ ഈ മുടിഞ്ഞ കുടി കാരണം അതിന്റെ നേരെ ചൊവ്വയൊന്നും പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നലെ കൂടി ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ചു, ഫാനിന്റെ ഫീസ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. അല്ല, ഇത് ആരോടാ ഞാൻ പറയുന്നേ? പോത്തിനോട് വേദം ഓതിട്ട് വല്ല കാര്യമുണ്ടോ? ഏത് നേരത്താണോ ദൈവമേ എനിക്ക് ഈ ഗതി വന്നത്?
മാളു റെഡി ആയില്ലേ? റെഡി ആകുവോ അമ്മേ? അപ്പാടെ പൊന്നിങ് വന്നേ. ഇല്ല, മാളൂട്ടി അപ്പായോട് പിണക്കാ. അച്ചോടാ, അപ്പാടെ പൊന്നെന്തിനാ എന്നോട് പിണങ്ങുന്നേ? ഇന്നലെ പാവം മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് കള്ളും കുടിച്ചിട്ടല്ലേ വന്നത്. എത്ര നാളായി പറയുക, എല്ലാ ദിവസവും കള്ളും കുടിച്ചിട്ടാ വരുന്നത്. പാവയും മേടിച്ചോണ്ട് വരത്തില്ല, അതുകൊണ്ട് ഞാൻ പിണക്കവാ. അപ്പാടെ പൊന്നിങ് വന്നേ. അപ്പ കുടിക്കുന്നതേ കള്ളല്ല, അതൊരു മരുന്ന. അല്ല, എനിക്കറിയാം, അത് കള്ള് തന്നെയാ. അപ്പൊ ചീത്തയാ. അതെന്താടാ അപ്പ അങ്ങനെ പറഞ്ഞേ? പാവ മേടിക്കാത്തോണ്ടാണോ? കള്ളു കുടിക്കുന്നവര് ചീത്തയാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പാടെ ചുന്തരിക്കുട്ടി അതിന് ചീത്തയൊന്നും വിളിച്ചില്ലല്ലോ. അമ്മയെ വിളിച്ചല്ലോ, അതുകൊണ്ടാ. ഇന്ന് എന്റെ മാളൂട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോ അപ്പ വലിയൊരു പാവയെ മേടിച്ചു. സത്യം? സത്യം. ഉമ്മ എന്നാ മോള് പോയിരിക്കും, വണ്ടി വരാറ്. ഇനി മറന്നാൽ മാളൂട്ടി ഒരിക്കലും മിണ്ടത്തില്ല അപ്പായോട്. ഇല്ലടാ പൊന്നെ, ഉറപ്പ്. ഹലോ, നീ എവിടാ? എന്നടാ, ഞാൻ വണ്ടിയെ ലോഡ് എടുക്കാൻ പോവാ. അതെ, കാണുമ്പല്ലോ തലവേദന. പിന്നെ ഇന്നലെ അടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അന്നേരവാ ഇന്ന് വൈകിട്ട് എനിക്ക് ലോഡുള്ളതാടാ. അതുമല്ല, അടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ശരിയാകത്തില്ല. ഓ, അടിച്ചിട്ട് വണ്ടി ഓടിക്കാത്തൊരു പുണ്യാളൻ വായന്ന് നല്ല വരുന്നു. അതല്ലടാ, അത് ശരിയാവത്തില്ല. നീ വൈകിട്ട് ഇറങ്ങും, നമുക്ക് സെറ്റാക്കാം. ഓ, അതല്ലടാ, കുറച്ച് ചടയം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേന്ന് നീ ഒരു അര മേടിച്ചോട്ട് 6 മണിക്ക് വാ, നമുക്ക് ലോഡ് എടുക്കാൻ ഒരുമിച്ച്. ശരി മച്ചാനെ, ഞാൻ എന്റെ കാര്യം മറക്കല്ലേ. ഓ, ഫോൺ എടുക്കുന്നില്ലടാവേ. അതല്ലടാവേ. ഓ, ഫോൺ എടുത്താ ശരിയാകില്ല. അവള് കുണുകുണാന്ന് വിളിച്ചോണ്ടി. മാത്രമല്ല ഈ ഫോണിൽ ചാർജ് വരും. നീ പെട്ടെന്ന് അറിയിക്കോ, ഞാനിപ്പോ ഇറങ്ങുവാ. ഓക്കെ, നീ അറിയിക്കൂ, ഞാൻ ഇപ്പൊ എത്തിയേക്കാടാ. ഓരോരുത്തമ്മ രാവിലെ ഇറങ്ങി മനുഷ്യനെ മെനക്കെടുത്താ ഓരോന്ന് പറഞ്ഞു ഇത്ര നേരം അവിടെ പോയി കൊണ്ടാകും. ശകലം വെള്ളം ഒഴിച്ച് കഴിക്കടാ, കൂമ്പ് വാടിപ്പോവും. എടാ, 3 മണിക്ക് എനിക്ക് ലോഡുള്ളൂ. ഈ സാധനം ഉള്ളോടാ ഞാൻ അറിയാമോ? അതിനെന്നാ, ഞാനും കൂടെ വരാം. പോരെ? ഫോൺ എടുത്തോ? അവന്റെ ഫോൺ ഓഫാ. രാവിലെ തൊട്ടേ അവനെ കവലയിലെങ്ങും കണ്ടിട്ടുമില്ല. അവൻ സ്ഥിരം പോകാറുള്ള സ്ഥലം എനിക്കറിയാം. അവിടെ പോയി നോക്കിയാലോ?
വെളിച്ചത്തിലോട്ടൊക്കെ എന്നാ ഞാൻ എന്നാ കാര്യം മാറിക്കണം എന്നാ കാര്യം എന്നാണ് പറഞ്ഞത്? നീ എവിടെ ആയിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നാടാ നിന്റെ ഫോൺ എവിടെ ആയിരുന്നടാ? ഫോണ് ഞാൻ വീട്ടിൽ വെച്ചടാ. എന്നാ കാര്യം പറയടാ. അത് സുമയല്ലടാ, അവക്ക് എന്നാ പറ്റി? സുമേ, അജയ നമ്മുടെ മാളോട്ട് നമ്മളെ ഇട്ടു പോയടാ. ആളൂട്ടി പോയോ? എവിടെ? സുമേ, നമ്മുടെ കൊച്ചു നമ്മളെ ഇട്ടു പോയടാ. ബിജുവിൻ്റെ ടിപ്പർ അടിച്ചാടാ നമ്മുടെ കുഞ്ഞ്. നിനക്ക് 24 മണിക്കൂറും കള്ളും കഞ്ചാവും അല്ലേ? ആരോട് പറയാൻ? ഇനി മറന്നാൽ ആളൂട്ടി ഒരിക്കലും മിണ്ടത്തില്ല അപ്പായോട്. എന്തിനാ അപ്പായി എന്നെ കൊന്നത്? ആ